ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ടാണ്. ദ ലാർജസ്റ്റ് ഫ്രെയിം ഇൻ ദ വേൾഡ് എന്നൊരു റെക്കോർഡ് കൂടെ ഈ ഒരു ബിൽഡിങ്ങിനുണ്ട്. അപ്പോൾ ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഹൈറ്റ് വരുന്നത് 150 മീറ്റേഴ്സ് ആൻഡ് വിഡ്ത്ത് വരുന്നത് 95 മീറ്റേഴ്സും ആണ്. ഇന്നലെ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു 10:30ക്കാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടുത്തെ വർക്കിംഗ് ടൈം 9 to 9 ആണ്. പിന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ ഹെഡ് 50 പ്ലസ് ടാക്സ് ആണ്. എൻട്രൻസിൽ തന്നെ ഇവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിൻ്റെ കോപ്പി വാങ്ങണമെങ്കിൽ ടിക്കറ്റിനെക്കാട്ടും റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ഫ്ലോറിലുള്ള ഒരു മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഫാദർ ഓഫ് ദുബായ് എന്നറിയപ്പെടുന്ന ആളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ദുബായിയുടെ പഴയ കാലഘട്ടവും അവരുടെ ഓരോ ലൈഫ് സ്റ്റൈല്, അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കൾ, അതൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു പഴയ അറബി വില്ലേജ് പോലെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകളും കടകളും റാന്തൽ ലൈറ്റുകൾ ഇതൊക്കെ നമുക്ക് കാണാം. ശരിക്കും നമുക്ക് ഇവിടെ നമ്മൾ നടന്നു പോകുമ്പം ഒരു പഴയ വില്ലേജിൽ കൂടെ നടക്കുന്ന അതേ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഈ മ്യൂസിയം കവർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഒരു ലിഫ്റ്റിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടുന്ന് 48ാമത്തെ ഫ്ലോറിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഈ കാണുന്ന വ്യൂ ഒരു അടിപൊളിയാണ് കേട്ടോ. വെറും 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ മേലെ എത്തും. ഈ ദുബായ് ഫ്രെയിമിൽ വരുന്നതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫ്ലോറിൽ തന്നെ ഒരു സൈഡ് ന്യൂ ദുബായും മറ്റേ സൈഡ് നമുക്ക് ഓൾഡ് ദുബായും കാണാൻ പറ്റും എന്നാണ്. ലിഫ്റ്റിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുന്നത് ഒരു ഗ്ലാസ് ഫ്ലോറിലേക്കാണ്. ഈ ഗ്ലാസ് ഫ്ലോറിന് തൊട്ട് താഴെ കണ്ടോ, നമ്മൾ ശരിക്കും ദുബായ് ഫ്രെയിമിന്റെ മേലെ കൂടെ നടക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്ലോറിന്റെ ഒരു സൈഡിൽ നമ്മൾ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. ഇതാണ് ന്യൂ ദുബായ്. ഈ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് ഓൾഡ് ദുബായ്. അപ്പോൾ ഈ 2 വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ ഇവിടുത്തെ നല്ല കുറച്ച് വ്യൂ ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ താഴേക്ക് പോവാണ്. പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടി വേറെ ലിഫ്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിഫ്റ്റിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഒരു ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത ഒരു റൂമിലേക്കാണ്. ഇവിടെ വലിയൊരു സ്ക്രീനിൽ പ്രൊജക്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ദുബായിയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് കാണിക്കുന്നത്.